ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ സരയു കുഞ്ഞിനെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് വളരെ വിഷമത്തോടു കൂടി തന്നെ. ആ സമയത്ത് മനോഹർ പിന്നിലൂടെ വന്നിട്ട് മോളു എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പം സരയു തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതെ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ, നമുക്ക് ഒരിടം വരെയും പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനെ നോക്കേണ്ട കാര്യം മോളുവിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെന്നൊന്നുമില്ല, എനിക്കങ്ങനെ പുറത്ത് പോകാനും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ മോളുവിൻ്റെ സംസാരത്തിൽ ഇപ്പോൾ ഇങ്ങനെ നിരാശയൊക്കെ? നമ്മൾ പോകുമ്പോൾ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും അല്ലേ? അവരെക്കുറിച്ച് ഇപ്പം നീ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അവർക്കിപ്പോൾ ഈ വീട്ടിൽ താമസിക്കാലോ, അവരിവിടെ സുരക്ഷിതമായി താമസിക്കട്ടെ, എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തും സരയു ആലോചിക്കുന്നുണ്ട് ഓരോന്ന്. അപ്പോൾ ഇപ്പം ഇനി എന്താ അച്ഛൻ്റെ മോളുവിൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ശരി, നമുക്ക് മോളുവിൻ്റെ അച്ഛനെ പോയി കാണാമെന്ന് പറയുകയാണ്. സരയു പറയുന്നുണ്ട്, വേണ്ട, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വിഷമം കൂടുകയുള്ളൂ എന്ന് പറയാണ്. അത് ശരിയാണ്, ഒരു നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെ മോള് ആലോചിക്കാതിരിക്കാൻ ഭേദം. കാരണം ഇത്രയും ദുഷ്ടയായ ഒരു അച്ഛന് ഒരാൾ ഈ നാട്ടിൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും നിന്നോളം ഒരു ദുഷ്ടനുള്ളിട ഈ ലോകത്ത് തന്നെ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെയും അതുപോലെ തന്നെ കിരണിൻ്റെയൊക്കെ RS കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അവിടേക്ക് ആ ഒരു കാറ് വരികയാണ്. കാറിൽ നിന്ന് സ്റ്റെഫി എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നുണ്ട്. അപ്പോൾ വരുന്ന കാണുമ്പോൾ തന്നെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, കണ്ടിട്ടൊരു വശപശക് തന്നെ ഉണ്ടല്ലോ, എന്താണ് ആ ഉദ്ദേശം എന്നിങ്ങനെ കരുതുന്നുണ്ട്. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു നല്ലൊരു സ്റ്റൈൽ ലുക്കിലാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സമയത്ത് MD ഇല്ലേ എന്ന് ചോദിക്കുകയാണ് സെക്യൂരിറ്റിയോട്. സെക്യൂരിറ്റി പറയുന്നുണ്ട്, മേഡം ഉണ്ട്, സാറില്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല, അത് മതി എന്ന് പറയുകയാണ്. കല്യാണിയല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അതെ മേഡം, എന്തിനു വന്നതാ, എവിടെ നിന്ന് വന്നതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി. ആ സമയത്ത് അതൊക്കെ സെക്യൂരിറ്റിയോട് ബോധിപ്പിച്ചിട്ട് വേണം എനിക്കകത്ത് കടക്കാനായിട്ട് എന്ന് സ്റ്റെഫി തിരിച്ച് മറുപടി പറയണം. അയ്യോ അതൊന്നും പറയണ്ട, പക്ഷേ ഇന്ന് ഇൻ്റർവ്യൂവിനായിട്ട് 2-3 പേര് വരുമെന്ന് പറഞ്ഞിരുന്നു, അതിന് വന്നതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണെന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിനൊന്നും വന്നതല്ല, എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിന്നിങ്ങനെ പറയാണ്. എന്നാൽ മേഡം അകത്തേക്ക് പോയിക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റെഫി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ കല്യാണി അവിടെ ഇരിക്കുന്നുണ്ടാകും. കല്യാണിയുടെ അരികിലേക്കായിട്ട് സ്റ്റെഫി ചെല്ലുകയാണ്. അങ്ങനെ കല്യാണിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇരിക്കാനൊക്കെ പറയാണ്. അതിനുശേഷം എൻ്റെ പേര് സ്റ്റെഫി, ഞാൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്, അതിൻ്റെ വർക്കിന് വേണ്ടി വന്നതാണ്. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഡ്രൈവറോട് അന്വേഷിച്ചപ്പോൾ നിങ്ങളെ കമ്പനിയുടെ പറ്റിയാണ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കമ്പനിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര സെൻറ്റ് ഉണ്ടെന്നൊക്കെ ചോദിക്കുക. ഒരു 10-30 സെൻറ്റ് ഉണ്ടെന്നൊക്കെ മറുപടിയും സ്റ്റെഫി പറയുകയാണ്. എന്തായാലും ഞങ്ങൾ പ്ലോട്ട് ഒന്ന് വന്ന് കാണട്ടെ, അപ്പോൾ എത്ര അഡ്വാൻസ് തരേണ്ടത്, നിങ്ങൾക്ക് പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനും, പിന്നെ ഞാനും എൻ്റെ ആൾക്കാരൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോല്ലോ, പിന്നെ പൈസ പിന്നെ തന്നാൽ പതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫി പറയുകയാണ്. അത് ഞങ്ങൾ വന്ന് പ്ലോട്ടൊക്കെ കാണട്ടെ, എന്തായാലും ഞാൻ ഇൻറ്റീരിയർ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്, എൻ്റെ ഭർത്താവാണ് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നത്, അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല, ഞങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളാം, മേഡത്തിൻ്റെ നമ്പർ തന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റെഫി തൻ്റെ സോറി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ നമ്പർ, എന്നെ വിളിച്ചാൽ മതി വരണ സമയത്ത് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെഫി അവിടെ നിന്നും പോകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെ തന്നെയാണ്. അങ്ങനെ മനോഹർ അവിടേക്ക് നമ്മുടെ സരയുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണമൊക്കെ, അപ്പോൾ മോളൂന് എന്താ വേണ്ടത്, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മനുവേട്ടൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ഒരു സൂപ്പൊക്കെ പറയുന്നുണ്ട്, ചിക്കൻ സൂപ്പൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇനി മോളൂന് എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ ഇപ്പം മനുവേട്ടൻ വാങ്ങി തന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനെയും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് സരയു പറയുമ്പോൾ കുഞ്ഞിനെ എന്തിനാ കൊണ്ടുവരുന്നത്, കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കുഞ്ഞുമായിട്ട് അമ്മൂമ്മയ്ക്ക് കളിപ്പിക്കാനായിട്ട്, അപ്പം അമ്മൂമ്മയുടെ അരികിൽ ഇരിക്കട്ടെ, പിന്നെ നമ്മൾ പോകുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ സരയും മനോഹറും കൂടിയിട്ട് പാർക്കിൽ
കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കടലിന് എന്ത് രസമാലേ, ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലൊരു കടലൊന്നും നമുക്കിനി കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരു ചോദിക്കാറ് അതെന്താ അമേരിക്കയിൽ കടലില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ കടലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലത്തെ അന്തരീക്ഷം ആവില്ല അവിടെ. എന്തായാലും നമ്മുടെ അവസാനത്തെ കടൽ കാണലൊക്കെയാണിത്, അതുകൊണ്ട് നല്ലോണം ആസ്വദിക്കണം. അപ്പോൾ എത്ര പേരാലേ ഇത്രയും നല്ല കടലിൽ ചാടിച്ചാകുന്നത് എന്ന് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്. അപ്പോൾ സരു ചോദിക്കുകയാണ് മനുവേട്ടന് പേടിയുണ്ടോ കടലിൽ ചാടാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യമേ പേടിയാണ്, ഇപ്പോൾ ഒന്നും കൂടി പേടിയായി. കാരണം എനിക്കൊരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ടല്ലോ. നീ എന്തായാലും ആ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടാനല്ലേ നീ ശ്രമിക്കുന്നത്, നിന്റെ ഒരു പോക്കും നടക്കില്ലടാ, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണെന്നൊക്കെ സരയു മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ ജയിലിൽ വിക്രം അവിടേക്ക് വരികയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് നിന്റെ ഭാഗ്യം, നീ ഇന്ന് പോവല്ലേടാ എന്ന് ചോദിക്കാൻ. അതെ, പോയിട്ട് പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ തിരികെ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ രാഹുൽ, അതെ നീ നിന്റെ അച്ഛനെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട, എൻ്റെ പ്ലാനുകളൊക്കെ ലീക്കായത് എവിടെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ് അതിന് എൻ്റെ അച്ഛനെ സംശയിക്കേണ്ട, ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ അച്ഛനാവില്ല, എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ പെൺമക്കളെ സ്നേഹിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്നിങ്ങനെ മറുപടി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ലക്ഷ്യം അറിയാലോ എന്താന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുകയാണ്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ വിക്രം യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ രാഹുലും അതുപോലെ തന്നെ നമ്മുടെ ഗംഗയും കൂടി പറയാണ് അവൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എന്തായാലും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ രാഹുൽ പറയാണ് കാർത്തിക എൻ്റെ ഒരു എതിരാളിയൊന്നുമല്ല, എൻ്റെ എതിരാളി കല്യാണിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തീരട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം പ്രകാശൻ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ നോക്കുകയാണ് മകനെ, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കപ്പോൾ മോന് പോയിട്ട് വലിയ ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ജയിലിലേക്ക് പോയത് ക്ഷീണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മോനെ എന്താ ഇങ്ങനെ നോക്കുന്നത്, ഒന്നുമില്ല മോനെ എന്ന് പറയണം. അല്ല ഒരാളെ വിശ്വസിക്കാൻ പാടില്ല, ചിലപ്പോൾ കൂടെ നിന്ന് ചതിക്കുമെന്ന് വിക്രം മറുപടി പറയുമ്പോൾ മോനെ എന്നെ അങ്ങനെ സംശയിക്കരുത്, എനിക്ക് മോനെന്ന് വെച്ചാൽ ആകെ ഒരു മകനല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലടാ ജീവിക്കുന്നതെന്നൊക്കെ മറുപടി പറയാണ്. എന്തായാലും കയറി പോകാം എന്ന് പറയണം. എന്തായാലും കഴിക്കണം, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ. വേണ്ട ഞാനിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയതുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് വിക്രം മറുപടി പറയാണ്. വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയിട്ട് വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. ആ സമയത്തും ഓട്ടോക്കാരൻ അങ്ങനെ കാശ് കൊടുക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അവരൊക്കെ പൈസ തരുന്നുണ്ടല്ലോ എനിക്ക്, അവരോടൊക്കെ സ്നേഹം കാണിച്ച് നിൽക്കുന്ന കാരണം, പിന്നെ അമ്പലനടയിലൊക്കെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെയും പൈസ കിട്ടുന്നുണ്ട് എന്ന് പറയാണ്. ഇത് നല്ല വീടാണല്ലോ എന്ന് പറയുകയാണ് വിക്രം. അതെ രാഹുൽ പോകുന്നതിന് മുമ്പ് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് വാടകയ്ക്ക് എടുത്തതാണ്. പിന്നെ അപ്പോൾ രാഹുൽ അങ്കിൾ പറയുന്നത് നിങ്ങളെ വിശ്വസിക്കരുതെന്നാണ്. അപ്പോൾ അതെ അവൻ എന്നെ സംശയിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്, അവനെ ഞാൻ ചതിച്ചു എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ അവനെ ചതിച്ചിട്ടില്ല മോനെ, എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചതെന്ന് എന്നിങ്ങനെയൊക്കെ നമ്മുടെ പ്രകാശനും പറയുകയാണ്. അപ്പോൾ പ്രകാശം മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ പെൺമക്കളെ ഇവനൊന്നും ചെയ്യില്ല ഈശ്വര എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് വിക്രത്തിനോട് പറയുന്നുണ്ട് മോൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയണം കേട്ടോ, എന്താണ് മോൻ്റെ പരിപാടി എന്ന് എന്നെ അറിയിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ചോളാം. പിന്നെ എന്തായാലും എനിക്ക് ഈ കൊല്ലം ഓണമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം അവർക്കും ഇതുപോലെ തന്നെ കണ്ണീരായിരിക്കണം, അവർക്കും ഇതുപോലെ ഈ കൊല്ലത്തെ ഓണം കണ്ണീരിൽ തന്നെയായിരിക്കണം അവരുടെ ഓണം, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശൻ അവനെ ഇങ്ങനെ നോക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.